സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചു. സ്വർണം അപഹരിച്ച പ്രശ്നം സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം തള്ളിയതോടെയാണ് പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചത്. ചോദ്യോത്തരവേളയെ തടസ്സപ്പെടുത്തുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണ് എന്ന് ഭരണപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രതിരോധത്തിലായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം വിഷയം വീണ്ടും നിയമസഭയിൽ ഉയർത്തിയത്. സെപ്റ്റംബർ 19 കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് നിരാകരിക്കപ്പെട്ടതുകൊണ്ട് ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം വിവാദ വിഷയം ഉന്നയിച്ചു. അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ആവശ്യം തള്ളിയതോടെ പ്രതിപക്ഷാംഗങ്ങൾ ബാനറും പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. ഡയസിന് മുന്നിൽ ബാനർ സ്ഥാപിച്ചതോടെ ചോദ്യോത്തരവേള റദ്ദു ചെയ്യുന്നതായി സ്പീക്കർ അറിയിച്ചു. ചോദ്യോത്തരവേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികളുടെ അനാദരവാണ്. അംഗങ്ങൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. ചോദ്യോത്തരവേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു. ശൂന്യവേളയിൽ സഭ പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷ നിലപാടിനെ ഭരണപക്ഷം രൂക്ഷമായി വിമർശിച്ചു. ജനങ്ങൾക്ക് മുന്നിൽ നഗ്നരാക്കപ്പെട്ടതുകൊണ്ടാണ് പ്രതിപക്ഷം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയതെന്ന് ഭരണപക്ഷം കുറ്റപ്പെടുത്തി. ഇത് ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള ഈ സർക്കാരിന്റെ ആത്മവിശ്വാസവും ധൈര്യവും ജനാധിപത്യ ബോധവുമാണ് സർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ഇതോടെ പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം സ്പീക്കർ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പ്രതിഷേധത്തിന് അയവില്ലെന്ന് കണ്ടതോടെ നിയമനിർമ്മാണ നടപടികൾ ഉൾപ്പെടെ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. അവിടെ പോയിരിക്കെ നിങ്ങൾ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താണ്? അത് പറ. ഓൺ വാട്ട് ഗ്രൗണ്ട്? എന്ത് ഗ്രൗണ്ടിലാണ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത്? അത് പറ. ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഗ്രൗണ്ട് എന്താ? നിങ്ങൾ എഴുതി തന്നോ? നിങ്ങൾ എഴുതി തന്ന നോട്ടീസ് നൽകിയോ? അപ്പൊ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. സഭാ കവാടത്തിലേക്ക് പ്രകടനമായി വന്ന പ്രതിപക്ഷം സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത്. 1. 2, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. കൃത്യമായ അന്വേഷണം നടക്കുന്നതിൽ പ്രതിപക്ഷത്തിന് ഭയമാണെന്നായിരുന്നു സർക്കാരിന്റെ തിരിച്ചടി. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷം ഇന്ന് സഭയിൽ 4 ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഹൈക്കോടതി നിരീക്ഷണത്തെ കൂട്ടുപിടിച്ചാണ് എല്ലാ ചോദ്യത്തിനും സർക്കാർ മറുപടി നൽകിയത്. സ്വർണ്ണപ്പാളികളുടെ ഭാരക്കുറവ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടെന്ന് മറുപടിയിൽ സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.